ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് പെസഹകാലം 3-ാം ഞായറാഴ്ച നമ്മൾ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 35 മുതൽ 48 വരെയുള്ള വചനഭാഗങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ഇതേ ഭാഗം നമ്മൾ ഈസ്റ്റർ കഴിഞ്ഞ് വന്ന വ്യാഴാഴ്ചയിലെ സുവിശേഷ ഭാഗമായിട്ട് ദിവസത്തെ സുവിശേഷ ഭാഗമായിട്ട് നമ്മൾ വായിച്ച് ധ്യാനിച്ചതാണ്. അന്നത്തെ തെനാക്ക് വീഡിയോ നിങ്ങൾ ഒരുപക്ഷെ കണ്ടു കാണും. അത് നമ്മൾ ഈശോ കഴിച്ചത് വറുത്ത മീനാണോ പൊള്ളിച്ച മീനാണോ എന്നതിനെക്കുറിച്ചായിരുന്നു അന്ന് നമ്മൾ ചിന്തിച്ചത്. അത് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടില്ലാത്തവർക്ക് അത് ഞായറാഴ്ച മാത്രം കേൾക്കുന്നവരുണ്ടെങ്കിൽ ആ ഒരു ഭാഗം കേൾക്കുന്നത് നല്ലതായിരിക്കുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തകളിലേക്ക് കടക്കുകയാണ്. ഈശോ ഇങ്ങനെ ശിഷ്യഗണത്തിന് പ്രത്യക്ഷനാകുക. ഈശോ പ്രത്യക്ഷപ്പെട്ട് കഴിയുമ്പോൾ അവരുടെ അത്ഭുതം, വലിയ അത്ഭുതത്തോടു കൂടി അവരിങ്ങനെ കാണുകയാണ്. ഇപ്പോൾ ഈശോ അവരോട് സംസാരിക്കുന്ന സന്ദർഭത്തിൽ അവനവരോട് ചോദിക്കുകയാണ്, അവരിങ്ങനെ ഈശോ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് വന്ന് നിൽക്കുമ്പോൾ അമ്പരന്ന് ഭയന്ന് ഭൂതമാണോ ഇതെന്നൊക്കെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്ത് ഈശോ അവരോട് പറയുകയാണ്, നിങ്ങൾ അസ്വസ്ഥരാകുന്നത് എന്തിന്? നിങ്ങളുടെ ഹൃദയത്തിൽ ചോദ്യങ്ങൾ ഉയരുന്നത് എന്തിന്? നിങ്ങൾ അസ്വസ്ഥരാകുന്നത് എന്തിന്? നിങ്ങളുടെ ഉള്ളിൽ ചോദ്യങ്ങൾ ഉയരുന്നത് എന്തിന്? എന്നിട്ട് ഈശോ ഒരു 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. 2 കാര്യങ്ങൾ അടുത്തടുത്ത 39-ാമത്തെ വാക്യമായിട്ട് തന്നെയാണ് രണ്ട് കാര്യങ്ങൾ പറയുന്നത്. പിന്നെ 41-ാമത്തെ വാക്യമായിട്ട് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ 3 വരികളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. ഈശോ വിശ്വാസത്തിൻ്റെ മഹാരഹസ്യങ്ങളെ പ്രഖ്യാപിക്കുകയായിരുന്നു. ഉയർത്തെഴുന്നേറ്റ് ഈശോ വിശ്വാസത്തിൻ്റെ മഹാരഹസ്യങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, നിങ്ങൾ എന്തിനാണ് അസ്വസ്ഥരാകുന്നത്? നിങ്ങളുടെ ഹൃദയത്തിൽ ചോദ്യങ്ങൾ ഉയരുന്നത് എന്തിന്? എന്നിട്ട് ഈശോ ചോദിക്കുകയാണ്, 39-ാം വാക്യം, 24-ാം അധ്യായം 39-ാം വാക്യം ഈശോ ചോദിക്കുന്നതാണ്, എൻ്റെ കൈകളും കാലുകളും കാണുക, ഞാൻ തന്നെയാകുന്നു എന്നെ. അപ്പം ഇതിങ്ങനെ എൻ്റെ കൈകളും കാലുകളും കാണുക, ഇത് ഞാൻ തന്നെയാകുന്നു ഈശോ പറയുക. അതായത് എൻ്റെ കൈകളും കാലുകളും കാണുക. എന്താണ് കൈകളിലും കാലുകളിലും ഉള്ളത്? തിരുമുറിവുകളാണ്. ഈശോ കൈയിലെയും കാലിലെയും തിരുമുറിവുകൾ കാണിച്ചു കൊടുത്തിട്ട് ഈശോ ഇത് ഞാൻ തന്നെയാകുന്നു, ഇത് ഞാൻ തന്നെയാകുന്നു, ഈ ഞാൻ തന്നെയാകുന്നു ഏഗോ എമീസും എന്ന് പറയപ്പെടുന്നത് യഥാർത്ഥത്തിൽ യഹോവയുടെ വാക്യമാണ് ഈശോ ആവർത്തിക്കുന്നത്. അതിങ്ങനെ പല ആവർത്തി പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കടലിന് മീതെ നടന്നു വരുമ്പോഴൊക്കെ പറയുന്നത് ഞാനാകുന്നു എന്ന് ഈശോ പറയുന്നുണ്ട്. അപ്പം ഞാനാകുന്നു, അപ്പോൾ ഇത് ഞാൻ ദൈവമാണ് എന്ന് ഒരു സൂചന അതിനകത്തുണ്ട്. 2-ാമത്തെ കാര്യം, ഞാൻ മരിച്ചു, നിനക്ക് വേണ്ടി മരിച്ചു എന്നതിന് തെളിവാണ് എൻ്റെ കൈയിലെയും കാലുകളിലെയും ഈ മുറിവുകൾ. വ്യക്തമാക്കിയ യേശു, ഞാൻ നിനക്ക് വേണ്ടി മരിച്ചു എന്നതിൻ്റെ, ബലിയായി മാറി എന്നതിൻ്റെ അടയാളമാണ് എൻ്റെ കൈകളിലെയും കാലുകളിലെയും മുറിവുകൾ എന്ന് ഈശോ ഉറപ്പ് നൽകുകയാണ്. അത് വിശ്വാസത്തിൻ്റെ 1-ാമത്തെ മഹാരഹസ്യമാണ്. ഈശോ നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് ഈശോ ഉറപ്പിച്ച് പറയും. ഉയർത്തെഴുന്നേറ്റ് ഈശോ വന്ന് ഇവരുടെ മുമ്പിൽ എന്നിട്ട് ആദ്യം പറയുന്ന കാര്യം ഇതാണ്, എൻ്റെ കൈകളും കാലുകളും നിങ്ങൾ കാണുക, അതിന് മുറിവ് കാണുക എന്നാണ്. അതർത്ഥം ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചവനാണ്. അടുത്ത വാക്യം ശ്രദ്ധിക്കുക. അടുത്ത വാക്യം പറയുന്നതിനാണ്, എന്നെ സ്പർശിച്ച് മനസ്സിലാക്കുവാൻ എനിക്കുള്ളതായി നിങ്ങൾ കാണുന്ന പോലെ മാംസവും മസ്തിയും ഭൂതത്തിനില്ലല്ലോ. അതായത് ഇത് ഭൂതമല്ല, ഞാൻ ഉയർത്തെഴുന്നേറ്റവൻ തന്നെയാണ്. അത് ഉയർപ്പിൻ്റെ പ്രഖ്യാപനം. യഥാർത്ഥത്തിൽ എനിക്കുള്ളതുപോലെ ഈ മാംസവും അസ്ഥിയും ഒന്നും ഭൂതത്തിനില്ലല്ലോ. നിങ്ങൾ തൊട്ട് മനസ്സിലാക്കുക. ഞാൻ മരിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി, ഞാൻ ഉയർത്തുമെന്നും നിങ്ങൾ മനസ്സിലാക്കുക. വിശ്വാസത്തിൻ്റെ മഹാരഹസ്യം 2 ആണ് നമ്മൾ മനസ്സിലാക്കേണ്ട അവസ്ഥ. ഉയർത്തെഴുന്നേറ്റ് ഈശോ വന്ന് ഇങ്ങനെ ശിഷ്യന്മാരുടെ മുമ്പിൽ പറഞ്ഞ ഈ 2 കാര്യങ്ങൾ യഥാർത്ഥത്തിൽ 39-ാം വാക്യത്തിലെ തന്നെ 2 ഭാഗങ്ങളാണത്, 2 വാക്യങ്ങളായിട്ട് കിടക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈശോ വളരെ വ്യക്തമായിട്ടും പ്രഖ്യാപിക്കുകയാണ്, എൻ്റെ കൈകളും കാലുകളും കാണുക, ഇത് ഞാൻ തന്നെയാകുന്നു. യഹോവ പറഞ്ഞ അതേ വാക്യത്തോടി ഞാൻ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈശോ പറയുകയാണ്, എൻ്റെ കൈകളും കാലുകളും കാണുക, ഞാൻ നിനക്ക് വേണ്ടി മുറിവേറ്റ് മരണപ്പെട്ടവനാണ് ഞാൻ. നിനക്ക് വേണ്ടി മുറിഞ്ഞ എൻ്റെ കൈകളും കാലുകളും കാണുക, നിനക്ക് വേണ്ടി മുറിവേറ്റ് മരണപ്പെട്ടവനാണ് ഞാൻ. അടുത്ത വാക്യം പറയുന്നത് എങ്ങനെയാണ്, എനിക്കുള്ളതായി കാണുന്ന പോലെ മാംസവും അസ്ഥികളും ഭൂതത്തിനല്ലല്ലോ, എന്നെ സ്പർശിച്ച് മനസ്സിലാക്കുവിൻ എന്ന് പറയുമ്പോൾ ഞാൻ ഉയർത്തെഴുന്നേറ്റവനാണ് എന്നും ഈശോ പ്രഖ്യാപിക്കുകയാണ്. ഇനി നമ്മൾ 41-ാം വാക്യം, അവിടെ എന്നിട്ടും അവർ സന്തോഷാധിക്യത്താൽ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ അവൻ അവരോട് ചോദിച്ചു.
അവനവരോടൊരു ചോദ്യം ചോദിക്കുകയാണ്. അതാണ് മൂന്നാമത്തെ മഹാരഹസ്യം. ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? എന്താണ് ഈ വാക്യത്തിൻ്റെ പ്രത്യേകത? അവൻ വീണ്ടും വരും എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. വിശ്വാസത്തിൻ്റെ മഹാരഹസ്യം പ്രഖ്യാപിക്കുമ്പോൾ അവൻ വീണ്ടും വരും എന്ന് നമ്മൾ പറയാറുണ്ട്. അവൻ മരിച്ചു, അവൻ ഉയർത്തു, അവൻ വീണ്ടും വരും. അവിടുത്തെ വരവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അവർ പ്രത്യാശിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ വീണ്ടും വരും എന്ന് പറയുന്നത്? നമ്മൾ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായമാണ് ഓർക്കേണ്ടത്. 25-ാം അധ്യായത്തിൽ ഈശോ വീണ്ടും വരുന്നത് എന്തിനാണെന്ന് വ്യക്തമായിട്ടും പറയുന്നുണ്ട്. ഈശോ വീണ്ടും വരുന്നത് വിധി പ്രസ്താവിക്കാനാണ്. എങ്ങനെയാണ് വിധി പ്രസ്താവിക്കുന്നത്? അവൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും ഇടതും വലതുമായിട്ട് വേർതിരിച്ച് നിർത്തുകയാണ്. ചെമ്മരിയാടുകളെ വലതുവശത്ത് നിർത്തുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാമെന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാമെന്നു. അങ്ങനെ നമ്മൾ കാരുണ്യ പ്രവൃത്തികൾ വായിക്കുന്നു. അപ്പോൾ കാരുണ്യ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ വിധി പ്രസ്താവിക്കുക. യഥാർത്ഥത്തിൽ ഈശോ രണ്ടാമതും വരും അല്ലെങ്കിൽ വീണ്ടും വരും എന്ന് പറയപ്പെടുന്ന വചനഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അന്ത്യവിധിയുടെ സമയത്ത് ഈശോയുടെ വരവിനെക്കുറിച്ചാണ് എപ്പോഴും ചിന്തിക്കുന്നത്. പക്ഷേ അത് തിയോളജിക്കലി അതാണ്, ദൈവശാസ്ത്രപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് തന്നെയാണ്. നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പറയുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷേ ആ വരവിൽ ഈശോ നമ്മളെ രക്ഷിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈശോ വിധി പ്രസ്താവിച്ച് നമ്മൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടൊരു വസ്തുതയുണ്ട്. നമ്മൾ അതിന് മുൻപേ തന്നെ ഈശോയെ കാണണം. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് മുമ്പിൽ വരുന്ന വിശക്കുന്നവന് നമ്മുടെ അപ്പം പങ്കുവയ്ക്കുന്നു, ദാഹിക്കുന്നവന് കുടിക്കാൻ കൊടുക്കുന്നു, പരദേശിയെ സ്വീകരിക്കുന്നു, നഗ്നനെ ഉടുപ്പിക്കുന്നു. ഇങ്ങനെ നമ്മൾ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈശോയെ കണ്ടു. അതാണ് വിശ്വാസത്തിൻ്റെ മൂന്നാമത്തെ രഹസ്യം. അതാണ് ഇവിടെ ഈശോ പ്രഖ്യാപിക്കുന്നത്. ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഈശോ ചോദിക്കുമ്പോൾ ഈശോ താൻ ഇനി നമ്മുടെ മുമ്പിലൊക്കെ, മനുഷ്യരുടെ മുമ്പിലൊക്കെ താൻ ഇനി എങ്ങനെ വരാൻ പോകുന്നു എന്ന് കൃത്യമായി നമ്മളെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. അതൊരു ഉയർത്തെഴുന്നേറ്റ ആളാണ്, യഥാർത്ഥ ശരീരമാണിത് എന്നൊക്കെ ഒരു തെളിവ് നൽകാൻ വേണ്ടി ഈശോ നൽകിയ കാര്യമായിട്ടാണ് നമ്മൾ എപ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു വസ്തുതയുണ്ട്. വിശ്വാസത്തിൻ്റെ മഹാരഹസ്യത്തിലെ മൂന്നാമത്തെ കാര്യം, ഈശോ വീണ്ടും വരും. എങ്ങനെയെന്നോ അതാണ് ഈശോ ഇവിടെ പഠിപ്പിക്കുന്നത്. ഇവിടെ എന്തെങ്കിലും ഭക്ഷിക്കാനുണ്ടോ, എനിക്കെന്തെങ്കിലും ഭക്ഷിക്കാൻ തരുമോ എന്ന രീതി ഈശോ അവരുടെ മുമ്പിൽ നിൽക്കുക. എനിക്കെന്തെങ്കിലും കഴിക്കാൻ തരുമോ? അപ്പോൾ ഈ ഭക്ഷണത്തിന് വേണ്ടി, അല്ലെങ്കിൽ ദാഹിച്ച്, അല്ലെങ്കിൽ ഒരു അത്യാവശ്യ സഹായത്തിന് വേണ്ടി, മരുന്നിന് വേണ്ടിയൊക്കെ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ആളുകളിൽ ഞാനുണ്ട് എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുക. അതാണ് രണ്ടാം വരവ്. യഥാർത്ഥത്തിൽ രണ്ടാം വരവ് അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. അവിടെ ആരംഭിച്ച രണ്ടാം വരവ് നമ്മുടെ മരണവും കഴിഞ്ഞ് കർത്താവ് വിധി പ്രസ്താവിക്കാൻ നിൽക്കുന്ന സമയത്ത് രണ്ടാം വരവിൻ്റെ കൾമിനേഷൻ അല്ലെങ്കിൽ ഫുൾഫിൽമെൻറ്റ്, പൂർത്തീകരണം നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാം വരവ് തുടങ്ങുന്നത് എവിടെ നിന്ന് ചോദിച്ചാൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈശോയിലാണ്. രണ്ടാം വരവ് അവസാനിപ്പിക്കുന്നത് എങ്ങനെ നമ്മൾ പ്രതികരിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിധി പ്രസ്താവിക്കുന്ന ഈശോയിലുമാണ് രണ്ടാം വരവ് അവസാനിക്കുന്നത്. അപ്പോൾ വിശ്വാസത്തിൻ്റെ മഹാരഹസ്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്ന്, ഈശോ പറയുകയാണ്, എൻ്റെ കൈകളും കാലുകളും നിങ്ങൾ കാണുക എന്ന് ഈശോ പറയുമ്പോൾ, എന്നിട്ട് ഇത് ഞാൻ തന്നെയാകുമെന്ന് ഈശോ പറയാം. നിനക്ക് വേണ്ടി മുറിവേറ്റ് മരണപ്പെട്ട നിൻ്റെ ദൈവമാണ് നിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. രണ്ട്, ഈശോ പറയുകയാണ്, എന്നെ സ്പർശിച്ച് മനസ്സിലാക്കുക, എനിക്കുള്ളതുപോലെ മാംസവും അസ്ഥിയും ഭൂതത്തിനില്ലല്ലോ. അതായത് ഞാൻ ഉയർത്തെഴുന്നേറ്റു മകളെ നിനക്ക് വേണ്ടി. മൂന്ന്, ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? നീ പങ്കുവയ്ക്കുകയാണെങ്കിൽ രണ്ടാം വരവിൻ്റെ തുടക്കം അവിടെയായി. രണ്ടാം വരവിൻ്റെ പൂർത്തീകരണം വിധി പ്രസ്താവന സമയത്ത് നീ എനിക്ക് ഭക്ഷിക്കാൻ തന്നുവെങ്കിൽ ചെമ്മരിയാടായ നീ വലതുവശത്തേക്ക് മാറി നിൽക്കുകയും സ്വർഗത്തിലേക്ക് സ്വീകരിക്കപ്പെടുകയും ചെയ്യുമെന്ന് ഈശോയുടെ ഉറപ്പാണ് മൂന്നാമത്തെ മഹാരഹസ്യം, വിശ്വാസത്തിൻ്റെ മഹാരഹസ്യം. അപ്പോൾ വിശ്വാസത്തിൻ്റെ 3 മഹാരഹസ്യങ്ങളാണ് 39-ാം വാക്യത്തെ രണ്ടായി പകുത്തുകൊണ്ടും 41-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം പറഞ്ഞുകൊണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഇപ്പോൾ ഈശോ ഉയർത്തെഴുന്നേറ്റ് ഈശോ നമുക്ക് മുമ്പിൽ അപ്പം വിശ്വാസത്തിന് മഹാരഹസ്യം ഈ വിശ്വാസത്തിന് മഹാരഹസ്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്ന്, അല്ലെങ്കിൽ എഴുന്നേറ്റ് നിന്നാണ് അത് പ്രഖ്യാപിക്കേണ്ടത്. നമ്മളതിങ്ങനെ പ്രഖ്യാപിക്കുന്നു, പാട്ടായോ അല്ലെങ്കിൽ പ്രസ്താവനയായോ അത് പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത, ഇത് ഉയർത്തെഴുന്നേറ്റ് ഈശോ നമ്മുടെ മുമ്പിൽ പ്രഖ്യാപിച്ചിട്ട് നമ്മളോട് വിശ്വസിക്കാൻ പറഞ്ഞ 3 കാര്യങ്ങളാണ്. അവൻ്റെ മുറിവ് കാണിച്ചുകൊണ്ട് മരണത്തിൽ വിശ്വസിക്കാൻ പറയുന്നു,
ദിവ്യകാരുണ്യം കാണിച്ചുകൊണ്ട് ഉയർപ്പിൽ വിശ്വസിക്കാൻ പറയുന്നു. തൊട്ട് മനസ്സിലാക്കുക, എന്നെ സ്പർശിക്കുക എന്ന് പറയുമ്പോൾ ദിവ്യകാരുണ്യമാണ്. ദിവ്യകാരുണ്യം കാണിച്ചുകൊണ്ട് ഇനി വിശക്കുന്നവനായി മുൻപിൽ നിന്നുകൊണ്ട് രണ്ടാം വരവ് പ്രസ്താവിക്കുന്നു. അങ്ങനെ ഈ 3 ഇടങ്ങളിലൂടെ നമുക്ക് ക്രിസ്തുവിനെ തിരിച്ചറിയാൻ സാധിക്കും. നമുക്ക് വേണ്ടി മുറിയപ്പെടുന്ന അനേകർ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മളെ വഴി നടത്തുന്നവർ, അങ്ങനെ നമുക്ക് വേണ്ടി മുറിവേറ്റ ഒരാൾ നമ്മുടെ ജീവിത പങ്കാളി, ഒരുപക്ഷെ നമ്മുടെ മക്കൾ. അപ്പോൾ നമുക്ക് വേണ്ടി മുറിവേറ്റ ഒരാളെ നമ്മുടെ മുമ്പിൽ കാണുമ്പോൾ അയാൾ ഈശോയുണ്ട്. നമുക്ക് വേണ്ടി മുറിക്കപ്പെട്ട ദിവ്യകാരുണ്യ അപ്പത്തിൽ ഈശോയുണ്ട്. നമുക്ക് മുമ്പിൽ കൈനീട്ടുന്ന ഒരാളിൽ രണ്ടാം വരവിൽ വരുന്ന ക്രിസ്തു നിൽപ്പുണ്ട്. അങ്ങനെ നമ്മൾ ക്രിസ്തുവിനെ മൂന്നിടങ്ങളിൽ കണ്ടുമുട്ടണം എന്ന് ഓർപ്പിക്കുന്നതാണ് വിശ്വാസത്തിൻ്റെ മഹാരഹസ്യം. ഈ ബോധ്യത്തിൽ നമുക്ക് അല്ലാതെ വിശ്വാസത്തിൻ്റെ മഹാരഹസ്യം എന്ന് പറയുമ്പോൾ അത് പ്രഖ്യാപിച്ച് തീർക്കാനുള്ളൊരു സാധനമല്ല. അത് അനുദിന ജീവിതത്തിൽ കണ്ടുമുട്ടേണ്ട വസ്തുതയായിട്ടാണ് ഈശോ നമ്മളെ ഉയർത്തെഴുന്നേറ്റ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ വിശ്വാസത്തിൻ്റെ മഹാരഹസ്യങ്ങളെ നമുക്ക് ഉള്ളിൽ സ്വീകരിക്കാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ.